സുശാന്ത് സർ, ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നു അല്ലെങ്കിൽ അതിർത്തി കടന്ന് ആളുകൾ എത്തുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് മാത്രമല്ല, പെട്ടെന്ന് ഇതാ നമ്മുടെ ഈ ഒരു ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന് ശേഷമൊക്കെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ചില മദ്രസകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണ ഏജൻസികൾ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയും ഈ രീതിയിൽ ആളുകൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന് പലായനം ചെയ്തു വരുന്നതുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ട്? ഇതിനകത്ത് ഈ ബന്ധമുണ്ടോന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് ഈ 500ഓളം പേർ. അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ള സാധ്യതയുണ്ട്. അത് സൈന്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് ഇനി ആള് കയറിയാൽ അത് ഹിന്ദു ആയാലും കൊള്ളാം, മുസ്ലിം ആയാലും കൊള്ളാം. കാരണം നമ്മുടെ രാജ്യത്തിനകത്തോട്ട്, ഈ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യത്തു നിന്ന് ആൾക്കാർ പാലായനം ചെയ്ത് എങ്ങനെയൊക്കെ തീറ്റിപ്പോറ്റുന്ന കാര്യത്തിനകത്ത് രാജ്യത്തിന് പ്രശ്നമുണ്ടല്ലോ. പിന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതും അതിന്റെ കൂടെ ക്രിമിനൽസ് ഒക്കെ കയറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് പ്രശ്നം അതിർത്തി വളരെ കരുതലോട് കൂടിയാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്, SIR നടപ്പാക്കുമ്പോൾ ബീഹാറിൽ നിന്ന് വളരെ കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് പുറത്താക്കിയവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുവരെ അവർ ഉണ്ടായിരുന്ന പറഞ്ഞാൽ ഇവിടുത്തെ റേഷൻ കാർഡ്, ഇവിടുത്തെ തിരിച്ചേക്ക് കാർഡ്, ഇവിടുത്തെ ആധാർ കാർഡ്, ഇവിടുത്തെ ആനുകൂല്യം. ഇപ്പൊ ഓരോന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം പോയി, വോട്ടും ഇല്ല, ഇവിടുത്തെ പൗരന്മാരല്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇതുവരെ നിന്നതുപോലെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഒരു കേസ് പോലും കൊടുക്കാനൊക്കെ പറ്റില്ല. ആരെങ്കിലും താടിക്ക് തട്ടിയാലോ വള്ളക്ക് കത്തി കയറ്റിയാലോ പോലീസ് സ്റ്റേഷനിൽ പോലും ചെയ്യാൻ പറ്റില്ല. നീ എവിടുത്തെ നാട്ടുകാരനാണ് ചോദിക്കും. അപ്പൊ അവര് തന്നെത്താനെ പാലായനം ചെയ്ത് നമ്മൾ അന്ന് മനസ്സിലാക്കുക. തന്നെത്താനെ പാലായനം ചെയ്ത് അതിർത്തി ചെല്ലാൻ സാധ്യതയുണ്ട്. ഈ രീതിയിലൊക്കെ ഒരു ഇപ്പൊ രണ്ടാമത് വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡൽഹി സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എല്ലാ മദ്രസകളിലും മുസ്ലിം പള്ളികളിലും ആ പ്രദേശത്തല്ലാത്ത ഉള്ളവരുടെയും അല്ലെങ്കിൽ ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയും അവിടെ താമസിക്കുന്നവരുടെയും അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പള്ളികൾ കേന്ദ്രീകരിച്ച് മദ്രസകൾ കേന്ദ്രീകരിച്ച് അൽഫല യൂണിവേഴ്സിറ്റിയുടെ മദ്രസകളെ പറ്റി കേട്ടായിരുന്നല്ലോ. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഉള്ള ഈ ആതുര സേവന കേന്ദ്രം, NGOs, അതിന്റെയൊക്കെ പ്രവർത്തനം എന്നതിനെ പറ്റിയൊക്കെ നിരീക്ഷിച്ചു വന്നപ്പോൾ ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പലതിന്റെ NGOs അല്ലെങ്കിൽ ആതുര സേവന കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഭീകരവാദ പ്രവർത്തനത്തിന്. ഇതിന്റെ ഫണ്ടെല്ലാം വിദേശത്തു നിന്ന് വരുന്നു. സിറിയ ഉൾപ്പെടെ രാജ്യത്തു നിന്നും തുർക്കി ഉൾപ്പെടെ രാജ്യത്തു നിന്നും ഫണ്ട് ചെയ്യുന്നു. അവർ നിരീക്ഷിക്കുന്നു. പിന്നെ വലിയ വലിപ്പത്തിൽ ഇപ്പോൾ തന്നെ അവിടുന്ന് അന്വേഷണം തുടങ്ങിയപ്പോൾ 10ഓളം പേരെ കാണാനില്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. എന്ന് വെച്ചാൽ ഭീകരവാദികളെ പ്രൊമോട്ട് ചെയ്യുകയോ ഉണ്ടാക്കുകയോ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റി, അത് ഡോക്ടർമാര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമാണെന്ന് ജനം വിചാരിച്ചു നിന്നിടത്തുനിന്നാണ് ഇത്തരം റിപ്പോർട്ട്. അപ്പൊ അതിനുശേഷമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട്. പക്ഷേ UP-ൽ ഇപ്പൊ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ, UP-ൽ ഏത് മദ്രസകളിലും ആരൊക്കെ ജോലി ചെയ്യുന്നു അവരുടെ മൊത്തം ഡീറ്റെയിൽസ് വേണം, പഠിക്കുന്നവന്റെ ഡീറ്റെയിൽസ് വേണം. ആ രീതിയിലേക്ക് യോഗി കൃത്യം കയറി അങ്ങ് ഇടപെട്ടേക്കുക. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളും കൂടെ ഇതിന് സപ്പോർട്ടാണ്. യഥാർത്ഥത്തിലുള്ള പള്ളികളും മദ്രസകളും നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഇതിന് സപ്പോർട്ടാണ്. അതിന്റെ അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ, എനിക്ക് തോന്നുന്നു ഞാൻ പല ടോക്കുകളിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, UP-ല് ഈ നേപ്പാൾ ബോർഡറിലൊക്കെ മദ്രസകൾ പെട്ടെന്ന് മദ്രസകൾ അങ്ങ് കുമിഞ്ഞു കൂടുക. മനസ്സിലായോ? മദ്രസകൾ കൂടുന്നു, പള്ളികൾ കൂടുന്നു, അനധികൃതമായിട്ട് വരുന്നു. ഇവിടെ വലിയ മതപഠനവും മറ്റത് മറിച്ചതും ഒക്കെ നടത്തുന്നു. ബോർഡർ കറഞ്ഞു വന്ന് നിസ്കരിച്ചിട്ട് പോകുന്നു. അപ്പൊ ഇത് അന്വേഷിച്ചു. അപ്പൊ UP-യിലുണ്ട്, എനിക്ക് ജാർഖണ്ഡില്, അതുപോലെ ബീഹാറില്. ഇതിനകത്ത് അവിടെ അതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ ഈ മദ്രസകളൊക്കെ പെട്ടെന്ന് വരും, ഒരു സുപ്രഭാതത്തിൽ വരും ആ പ്രദേശത്തു നിന്ന്. ഇപ്പൊ നമുക്ക് ഒരു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ജനസംഖ്യാ വർധനമുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു കൊച്ചുണ്ടാവണമെങ്കിൽ അതിന് 15, 20, 30. ഇത് പള്ളി വന്നതിന് ശേഷം അടുത്ത പ്രാവശ്യത്തെ വോട്ട് നോക്കുമ്പോൾ അവിടെ കണ്ടമാനം ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുകയാണ്, കണ്ടമാനം ആൾക്കാർ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 18 വയസ്സോളം ഉണ്ടാകുന്നു, 30 വയസ്സോളം ഉണ്ടായിരുന്നു, 45 വയസ്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മുസ്ലിം പള്ളികളുടെ അത് നിയമപരമായിട്ട് മദ്രസകൾ നടത്തുന്ന അവരും പറഞ്ഞിരിക്കുന്ന, ഞങ്ങൾ ഈ ആതുര സേവന കേന്ദ്രമായി അവിടെ കിടക്കുന്ന പിള്ളേർക്കും അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തവരെയൊക്കെ വളർത്തുന്നിടത്തുള്ള പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ട്, ആ മദ്രസകൾ നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് ഫണ്ടില്ല. ഞങ്ങൾക്ക് പോലും അതിശയമാണ് ഇത്തരത്തിൽ ഈ മദ്രസകൾ. ഇതിന്റെ ഉറവിടം എവിടാണ്, ആരാണ് ഇതിന്റെ ഫണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ ഇപ്പൊ UP-ൽ നേരത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളത് ചിലതൊക്കെ UP ഗവൺമെന്റ് പൊളിച്ചു കളഞ്ഞു. ഇപ്പൊ ഇത് വ്യാപകമായിട്ട് കേരളത്തിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് അന്വേഷിക്കുന്നു. അപ്പം അവിടെ നിന്ന് അവിടെ പല ബംഗ്ലാദേശികളും രോഹിംഗ്യ മുസ്ലിംസും ഒക്കെ ഉള്ളവർ സേഫ് ആയിട്ട്, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെ, അല്ലെങ്കിൽ ഇവരെ ചില ആൾക്കാർ കൊണ്ടുവന്ന് ചില താല്പര്യത്തിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി സേഫ് സോണായിട്ട് ഒരുപക്ഷെ മദ്രസകളും അനധികൃതമായിട്ടുള്ള മുസ്ലിം പള്ളികളും ഉണ്ടായിരുന്നിടത്തുനിന്ന് ഉണ്ടായ രക്ഷയില്ല എന്നുള്ള രീതിയിൽ പലായനം ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. നമുക്ക് ബീഹാറിൽ ഈ വലിയൊരു പ്രശ്നമുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് ഇപ്പൊ ഇവർക്ക് വേറൊരു വലിയ പ്രശ്നം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. എവിടെ സ്ഫോടനം ഉണ്ടായാലും ഇപ്പൊ ആദ്യ പോലീസ് ആയാലും
മിലിറ്ററി ഇന്റലിജൻസ് ആയാലും മിലിറ്ററി രഹസ്യാന്വേഷണ ഉപായമായാലും മറ്റ് NIA ആയാലും ഒക്കെ തിരക്കി ചെല്ലുന്നത് ഇതുപോലുള്ള ഈ ബംഗ്ലാദേശികളും അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ എന്ന് കണ്ട് പശ്ചിമ ബംഗാളിൽ താമസിക്കുക അങ്ങനെയുള്ളവരുടെ അടുത്തേക്കും. അപ്പൊ അവർക്ക് അത്ര സേഫ് ആയിട്ട് പഴയതുപോലെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. 2011 അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞതാണ് 2 കോടിയോളം ഈ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശുകാർ ഇവിടെ ഉണ്ടെന്ന്. ഇപ്പൊ അത് എത്രത്തോളം കാണും? അപ്പൊ ഇതിനകത്തൊരു വലിയൊരു കാര്യമുണ്ട്. അപ്പം ഇവരെ ഈ പറയുന്നതിൽ ഇവന്മാരെ കടത്തി വിടുന്നതിനും ഒക്കെ ഒരു നിയമമുണ്ട് രാജ്യത്ത്. അവന്മാരിവിടെ കയറി വന്ന് ഇവിടുന്ന് ബോർഡർ തുറന്നുകൊണ്ട് കടത്തി വിടാൻ പറ്റത്തില്ല. നിയമപരമായിട്ട് ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് കൊടുത്ത് ബംഗ്ലാദേശുകാർ അവിടുന്ന് പരിശോധിച്ച് അവരുടേതാണെന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ അതിന്റെ നിയമം. അല്ലെങ്കിൽ ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ സംഘർഷം നടക്കുമ്പോൾ ബോർഡറിൽ കൂടെ അടിച്ച് വെളിയിൽ കളയാനേ പറ്റുള്ളൂ. അപ്പൊ നിയമപരമായിട്ട് ഇപ്പൊ ഒരാളെ പോലും അങ്ങോട്ട് കയറ്റിയാൽ ആഹാരം കൊടുക്കാൻ മാർഗമുള്ള ഒരു രാജ്യമല്ല ഇപ്പൊ ബംഗ്ലാദേശ്. അപ്പൊ ഇവിടുന്ന് ഉള്ളവന്മാർ അവന്മാരുടേതാണെന്ന് അറിയാം. നമ്മളിവിടുത്തെ നരേന്ദ്രമോദി പോയി അവിടെയുള്ള ഇന്ത്യക്കാരെ മൊത്തം പറക്കുന്ന അവന്മാർ പറക്കത്തൂല്ല, എങ്ങനെയും ഇവിടെ കിടന്നോട്ടെന്ന് വിചാരിക്കും. അപ്പൊ കയറി ചെല്ലുന്നതിനകത്ത് അവന്മാർക്ക് ഇത് ബുദ്ധിമുട്ട്. അതിനാ നേരത്തെ അവിടെ നമ്മൾ നേരത്തെ വാർത്ത ഞാനും നീതോടൊക്കെ ചെയ്തിട്ടുണ്ട്. കിടങ്ങ് കുഴിച്ചത് നമ്മൾ വിചാരിച്ച് സൈന്യത്തെ ഉണ്ടാക്കുക, കിടങ്ങ് കുഴിച്ച കയറുന്നില്ല, അതിർത്തി കൂടെ കയറി ചെല്ലാതിരിക്കാൻ വേണ്ടിയാ. ഈ കിടങ്ങിനകത്ത് വീണു. അപ്പൊ അതേ രീതിയിൽ സ്വന്തം രാജ്യത്തിലുള്ളവർ മറ്റു രാജ്യത്തേക്ക് മാർഗമില്ലാതെ കയറി ഇറങ്ങുകയും അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് നശിപ്പിക്കാൻ ആരെങ്കിലും കയറ്റി വിടുകയും ആ രാജ്യത്ത് ഇതൊന്നും നടക്കാതെ മുമ്പ് തിരിച്ചു ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കാൻ പോലും പ്രാപ്തമല്ലാത്ത ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന രാജ്യത്തിന്റെ പേര് പറയുമ്പോൾ വരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പം ഇതിനകത്ത് സൈന്യം വളരെ കർക്കശമായിട്ട് ബോർഡറുകൾ ഒരുങ്ങിയിട്ടുണ്ട്. അതിലെ സൈന്യം നിരീക്ഷണം കൃത്യമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞത് അനുസരിച്ചുള്ള ഒരു വാർത്ത ഇപ്പൊ വരുന്നത് ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികളെ പിടികൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശികളെ അല്ലെങ്കിൽ ഇത്രയും കൂട്ടമായിട്ട് പിടികൂടിയിരിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് വരുന്നത്. ഇതിന് 2 കാര്യമുണ്ട്. ഡൽഹി സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒളിച്ചു കഴിഞ്ഞവരാണോ എന്ന് വളരെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് സൈന്യത്തിന്റെ കാര്യം എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഈ ബോർഡർ കടത്തി അങ്ങനെ വിടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അതിനെയൊക്കെ പരിശോധിക്കണമല്ലോ. അപ്പൊ ആ രീതിയിലെ കാര്യങ്ങൾ കൂടുതൽ അതുപോലെ അവിടുത്തെ സംഘർഷത്തെ നമ്മൾ ഭയക്കുന്നുണ്ട്. ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഘർഷം, അവിടെ സംഘർഷം രൂക്ഷമായുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റാത്തപ്പോൾ അവിടത്തേക്ക് ഇങ്ങോട്ട് കയറും. ഇവിടത്തേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് തടഞ്ഞു നോക്കത്തുള്ളൂ. വളരെ ടൈറ്റനിങ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പൊ അതിന്റെ കൂടെ ഭീകരവാദികൾ കയറാൻ സാധ്യതയുണ്ട്. ഏതായാലും നമ്മൾ വിചാരിക്കും അവിടെ നടക്കട്ടെ, കത്തട്ടെ, കുത്തട്ടെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കട്ടെ, എങ്ങനെയായാലും നമുക്കൂടി ഇതിൻ്റെതായിട്ട് ഏറ്റവും കൂടുതൽ ബോർഡർ 4200 കിലോമീറ്റർ ബോർഡർ ഉണ്ട്. ആ ബോർഡറിനകത്ത് നിൽക്കുന്നത് നമുക്കിത് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഈ പാകിസ്ഥാന്റെ അല്ലല്ലോ ബംഗ്ലാദേശികൾ എന്ന് പറയുന്നവർക്ക് ഈ പശ്ചിമ ബംഗാളുമായിട്ട് വലിയ ബന്ധമാണ്. അവിടുത്തെ പലരും ഇവിടുത്തെ ബന്ധുക്കളായിട്ടുണ്ട്. അപ്പൊ അവർ ആഭ്യന്തര ബന്ധമുണ്ട്. മാത്രമല്ല ഈ രാജ്യങ്ങൾ തമ്മിൽ നമ്മളോട് മാനസിക അടുപ്പം കൂടുതലുള്ള വളരെ കൂടുതൽ ആൾക്കാർ ഉള്ള ഒരു സ്ഥലം കൂടെ ആയി ബംഗ്ലാദേശ്. നമ്മ ഇന്ത്യ വേണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ അയക്കണം, ഇന്ത്യയാണ് നമുക്ക്. അല്ലാതെ പാകിസ്ഥാന്റെ കൂട്ടത്തിൽ അവനെ കരിക്കണം, അവനെ കൊല്ലണം, അവനെ വെടിവെക്കണം എന്നുള്ള കൊച്ചുനാളി അങ്ങോട്ട് പറഞ്ഞ് എന്ന് കഴിയുമ്പോൾ തൊട്ടേ ഉള്ള ഐറ്റം അല്ല അവിടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഏതായാലും സൈന്യം വലിയ ജാഗ്രതയാണ്. 500 പേരെ പിടിച്ചിരിക്കുന്നത്. SIR അതിന്റെ ഒരു വർക്ക് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കടന്നു കഴിയുമ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർ, കാരണം ഇനി നിവർത്തി ഇവിടെ ഇല്ല, നിന്നിട്ട് കാര്യമില്ല, അല്ല എന്ത് വന്നാലും ഞങ്ങളുടെ തലയിൽ കൂടെ വരും, ആദ്യം അന്വേഷിക്കുന്ന ഞങ്ങളെയാണ്, അതുകൊണ്ട് ഇവിടുന്ന് പോയേക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ രാജ്യം വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിർത്തിയിലേക്കുള്ള പാലായനം വലിയ കരുത്തിലും കൂടുതലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. ഇത് ഇന്ത്യക്ക് വേണ്ടി തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും സാർ പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള പലായനം നമ്മുടെ രാജ്യത്തിന് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ അനധികൃതമായ ആളുകളെ പിടിച്ചുകെട്ടാൻ SIR വലിയ രീതിയിൽ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും നിരീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ രീതിയിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് മതപഠന കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും രീതിയിൽ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് ഇതുപോലെ ഈ രീതിയിൽ പലായനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിർത്തി വഴി കടന്നു പോകുന്ന ആളുകൾക്ക് നേരെയുള്ള നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.